അമേരിക്കയിൽ നിന്നോ കാനഡയിൽ നിന്നോ ഒരു വരനെയോ വധുവിനെയോ കിട്ടുന്നത് വലിയൊരു കാര്യമായിട്ട് കേരളത്തിലെ ജനത കാണുന്നുണ്ട്. നമ്മൾ ചിലപ്പോഴൊക്കെ കാണുന്ന വിവാഹത്തിലൊക്കെ പങ്കെടുക്കുമ്പോഴൊക്കെ അവർ വരൻ അല്ലെങ്കിൽ വധു കാനഡയിലാണ് അല്ലെ അമേരിക്കയിലാണ് എന്ന് പറയുന്നത് വളരെ അഭിമാനകരമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതിൽ അഭിമാനപ്പെടണം തീർച്ചയായിട്ടും, അതിൽ നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ പലപ്പോഴും യാഥാർത്ഥ്യം എല്ലായിടത്തുമില്ല, എങ്കിലും യാഥാർത്ഥ്യം വരുമ്പോൾ പലപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ കാണുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ തന്നെ ധാരാളം ആളുകൾ പ്രത്യേകിച്ച് നാട്ടിൽ ചെല്ലുമ്പം പഴയകാല സുഹൃത്തുക്കളെ പരിചയക്കാരൊക്കെ പറയും അവർ മകളെ കെട്ടിച്ചു വിട്ടു, പിന്നെ ഒരു കൊച്ചായി, അതിനുശേഷം ഭർത്താവുമായിട്ട് അടിപിടി, പിന്നെ ഭർത്താവ് ഉപദ്രവിക്കുന്നു, പിന്നെ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ചിലർ ഭർത്താവിൻ്റെ അടിയും ചവിട്ടുമൊക്കെ കൊണ്ട് ഒടുവിൽ പോലീസിനെ വിളിക്കും. അങ്ങനെ വിളിക്കുന്നവർക്ക് ഇവിടെ തന്നെ തുടരാം. അവർക്ക് ആ യു വിസ കിട്ടും, പിന്നെ ഗ്രീൻ കാർഡ് കിട്ടും. അങ്ങനെ അവർക്ക് ഇവിടെ തുടരാം. അതൊന്നും അറിയാത്തവർ ഈ അടിയൊക്കെ കൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ അതോടുകൂടി അവർക്ക് ഇവിടുത്തെ ക്ലെയിം ഇല്ലാതായിത്തീരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവർ മക്കളുണ്ടെങ്കിൽ അവരെയും കൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം സംഭവങ്ങൾ പിന്നെ എൻ്റെ അനുഭവത്തിൽ തന്നെ പിന്നെ കാണുന്നുണ്ട്. പലരും പറയുന്നതും പലരും നമ്മളെക്കൊണ്ട് കഴിയുന്ന, നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനാവില്ല എങ്കിൽ കൂടി ചില ഉപദേശങ്ങളെങ്കിലും കൊടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കാണാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചില വിവാഹങ്ങൾ അത് ഇവിടുത്തെ പുരുഷന്മാരാണ് അതിൽ ഇര. അവർക്ക് ആ പെണ്ണിനും ആ പെണ്ണിൻ്റെ വീട്ടുകാർക്കും അമേരിക്കയിൽ വരണം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരുത്തിനെ കൊണ്ട് കെട്ടിച്ചിവിടെ വന്ന് ഒരു 3 മാസം ആകുമ്പോഴത്തേക്ക് ആ ഭർത്താവുമായിട്ട് ഉടക്കുണ്ടാക്കി പോലീസിനെ വിളിച്ച് ഭാര്യ ഇറങ്ങിപ്പോവും. അപ്പം ഭാര്യയ്ക്ക് പിന്നെ ഗ്രീൻ കാർഡിനുള്ളൊരു ചാൻസ് ഒത്തുവന്നു. അപ്പോൾ അത് ക്രമേണ അവരുടെ വീട്ടുകാർക്കെല്ലാം വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ഇത് കൂടുതലും നോർത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ് വരുന്നത്. ഇത് ഇക്കാര്യത്തെപ്പറ്റി ഞാൻ ഏതാനും വർഷം മുമ്പ് എൻ്റെ ഇംഗ്ലീഷ് പത്രപ്രവർത്തന കാലത്ത് ഇതിനെപ്പറ്റി ഒരു പരമ്പര തന്നെ ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ വിവാഹം വാസ്തവം പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം എല്ലാ സൗകര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉള്ള വിവാഹങ്ങൾ തന്നെ ഇപ്പം പരാജയപ്പെട്ടു പോകുന്നു. 3 മാസമോ അല്ലെ 6 മാസമോ കഴിയുമ്പം പിണങ്ങിപ്പിരിഞ്ഞ് പോകുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നു. കേരളത്തിലുണ്ടാകുന്നു, ഇവിടെ ഉണ്ടാകുന്നു, എല്ലായിടത്തും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൽ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ അമേരിക്കയിൽ വലിയ പ്രതീക്ഷയോട് വരുന്ന ആളുകൾ ആ പ്രതീക്ഷ ഇല്ലാതാവുന്നു. പിന്നെ അവർക്ക് ദേഹോപദ്രവം ഏൽക്കേണ്ടി വരുന്നു. പിന്നെ തിരിച്ചു പോയി കഴിഞ്ഞാൽ ഇവരെല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. തിരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് അതനുസരിച്ച് ആ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി കിട്ടിയെന്ന് വരില്ല. വീണ്ടും ഒരു വിവാഹം എളുപ്പമായി എന്ന് വരില്ല. അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാനിതിൽ നോട്ട് ചെയ്ത ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ വിവാഹം നടക്കുമ്പോൾ ഒന്ന് നോക്കേണ്ടതുണ്ട്, ഈ പുരുഷന് ചെറുക്കന് ഒരു ഡിഗ്രിയെങ്കിലും ഉണ്ടോ. ഇത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണിത്. പൂർണ്ണമായിട്ട് ശരിയാകണമെന്നില്ല. ചെറുക്കനൊരു ഡിഗ്രി എങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ചിന്തിക്കണം. ഈ ടെക്നീഷ്യനായിട്ടൊക്കെ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഡിഗ്രി ഒന്നും വേണ്ട, എന്തോ ഡിപ്ലോമയോ അല്ല അതുപോലുള്ള ഇത് മതി. മിനിമം ഒരു ഡിഗ്രിയൊക്കെ വേണ്ടേ ഒരു ചെറുപ്പക്കാരനൊക്കെ ആയിക്കഴിഞ്ഞാൽ. ഇവിടെ അമേരിക്കയിൽ വന്നിട്ട് അത്രയെങ്കിലും കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ്. അപ്പോൾ അവർ പേഴ്സണലായിട്ട് അവരൊരു പരാജയമാണ്. ഒരു ഡിഗ്രി എടുക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. നേരെ മറിച്ച് സ്ത്രീകൾ, ഇവിടെയുള്ള പെൺകുട്ടികൾ എല്ലാവരും തന്നെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ എടുക്കുന്നവരാണ്. പല രീതിയിലുള്ള പഠനം. അപ്പോൾ അവർ മുന്നിട്ട് നിൽക്കുന്നു, പുരുഷന്മാർ പിന്നോട്ട് പോകുന്നു. പിന്നെ എന്ന് മാത്രമല്ല ഈ പഠിക്കാത്ത ആളുകൾ പലപ്പോഴും അവർ ഈ ദുശീലങ്ങളിലേക്ക് പോകുന്നു. പലതരത്തിലുള്ള ദുശീലങ്ങൾ, അതിനെല്ലാം സൗകര്യമുള്ളൊരു സ്ഥലമാണല്ലോ അമേരിക്ക. ചൂതാട്ടം മുതൽ കള്ളുകൂടി മുതൽ കഞ്ചാവടി വരെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ അത് അത്ര അധികമില്ല. പക്ഷേ എങ്കിൽ പോലും വിവാഹവും വിവാഹ പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും വളരെ കൂടുതലുണ്ട് താനും. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ. നമുക്കറിയാം, ഇവിടെയുള്ള പിള്ളേർ മിക്കവാറും 80% പിള്ളേർ നാട്ടിൽ നിന്ന് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം. കാരണം ഇവിടുത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള പിള്ളേരെ കിട്ടില്ല നാട്ടിൽ നിന്ന്. നാട്ടിലെ രണ്ട് സംസ്കാരങ്ങളിലാണ് വളരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ളവരിവിടെ വരുമ്പോൾ ഒരു കൾച്ചർ ഷോക്ക് അത് വളരെ കാലത്തേക്ക് നിൽക്കും. അപ്പോൾ ഇവിടെ ഒത്തുപോകാനുള്ള പ്രയാസം. അത് നാട്ടിൽ നിന്നുള്ള ആണുങ്ങൾക്കാണ് കൂടുതൽ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിൽ നിന്നുള്ള ആണുങ്ങൾ ഇവിടെയുള്ള പെണ്ണുങ്ങളെ കെട്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പൊരുത്തപ്പെടാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്നു. ഇവിടുത്തെ പെൺകുട്ടികളുടെ ആ ഫോർവേഡായിട്ടുള്ള ആ രീതിയിലുള്ള പ്രവർത്തനം അവർക്ക് ഒത്തുപോകാനായിട്ട് വളരെ ബുദ്ധിമുട്ട് വരുന്നു. ഇപ്പം നാട്ടിൽ പുരുഷൻ രാവിലെ എണീറ്റിരുന്ന് പത്രമൊക്കെ നോക്കിക്കൊണ്ട് ചായ കൊണ്ടുപോവാ, കാപ്പി കൊണ്ടുപോവാ എന്ന് ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആജ്ഞാപിച്ചാൽ കാര്യം നടക്കുമോ? വേണമെങ്കിൽ പോയി ഉണ്ടാക്കാൻ പറയും. അങ്ങനത്തെ ഒരു സംസ്കാരം. അതിന് പുറമേ വരുന്ന ഇനി പെൺകുട്ടികളെയാണ് നാട്ടിൽ നിന്ന് പെൺകുട്ടികളെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള ആളുകൾ അത് കുറച്ചുകൂടെ
നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരാണ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് തോന്നും. പെൺകുട്ടികൾ അവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അവർ പിന്നെ ജോലി കണ്ടെത്താനോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് ഈ രാജ്യവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ഇതെല്ലാം വ്യക്തികളുടെ ക്യാരക്ടറിനെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. വിവാഹം കഴിക്കുന്നത് പിന്നെ വിവാഹ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് ഇവിടുന്ന് വിവാഹം കഴിച്ചാലും എവിടുന്ന് വിവാഹം കഴിച്ചാലും അല്ലെ ആരെ വിവാഹം കഴിച്ചാലും അതൊരു പ്രശ്നമല്ല. പിന്നെ ആ നല്ല ക്യാരക്ടറുള്ളവർക്ക്, അപ്പോൾ ക്യാരക്ടറാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ സംസ്കാരങ്ങൾ തമ്മിലുള്ളൊരു ഭിന്നതയും അത് പലപ്പോഴും ഒരു പ്രശ്നമായി തീരുകയും ചെയ്യുന്നു. ഇത് നമുക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യാം ഇക്കാര്യത്തിനെപ്പറ്റി. കാരണം ഇത് നമ്മളെല്ലാം ബാധിക്കുന്ന കാര്യമാണ്, എല്ലാവരെയും ദീർഘമായിട്ട് ബാധിക്കുന്ന കാര്യമാണ്.